വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഒക്ടോബർ 5, 8, 9 തീയതികളിൽ അതിശക്തമായ മഴയ്ക്കും ഒക്ടോബർ 5 മുതൽ 9 വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മാനസ മനോജ് ചേരുകയാണ്. മാനസ, ഏത് നിലയിലാണ് മഴ മുന്നറിയിപ്പുകൾ വരുന്നത്? അസുത സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏറ്റവും ഒടുവിൽ അറിയിക്കുന്ന മുന്നറിയിപ്പ്. ഇന്ന് അതിശക്തമായ മഴ മുന്നറിയിപ്പ് ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. ബാക്കി 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അതായത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ അലർട്ടുകൾ ഇല്ലാത്ത മറ്റു ജില്ലകളിൽ, അതായത് 6 ജില്ലകളിൽ നേരിയ രീതിയിലുള്ളയോ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. നിലവിൽ ഇത്തരത്തിൽ മഴ വ്യാപകമായി ലഭിക്കാനുള്ള കാരണമായി പറയുന്നത് ഉയർന്ന ലെവലിൽ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലും ആന്ധ്രാ തീരത്തിന് സമീപവുമായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായാണ് ഈ ഒക്ടോബർ 5 മുതൽ 11 വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ 9-ാം തീയതി വരെ അതിശക്തമായ മഴയ്ക്കും 5 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കായിരിക്കും സാധ്യത. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുണ്ട്. ഒപ്പം തീരദേശവാസികളും മലയോര മേഖലയിലുള്ളവരും അതീവ ജാഗ്രത പാലിക്കണം. നിലവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധന വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. അസിത. ശരി, മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്. വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട വ്യാപക മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്.